കേരള കാർഷിക സർവകലാശാലയുടെ മുൻ ഡീനും തേനീച്ച പരാഗണ ഗവേഷണ കേന്ദ്രം മേധാവിയുമായിരുന്ന ഡോക്ടർ സ്റ്റീഫൻ ദേവനേശൻ സാറാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. സാർ അട്ടപ്പാടിയിലെ ഒരു കൂട്ടം കർഷകർ സംഘടിപ്പിച്ച ഒരു തേനീച്ച പരിശീലന പരിപാടിയിൽ അവർക്ക് മാർഗനിർദ്ദേശം നൽകാൻ വേണ്ടി എത്തിയതാണ്. സാറിന്റെ വിലയേറിയ വാക്കുകൾ സാറൊന്ന് പറയൂ എന്റെ കാര്യങ്ങൾ. 2018 സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ ഡയറക്ടറായിരുന്ന ജസ്റ്റിൻ മോഹൻ IFS നിർദ്ദേശിച്ചതനുസരിച്ച് കേരളത്തിലെമ്പാടും തേനീച്ച കർഷകർക്കുള്ള ബീ കീപ്പേഴ്സ് ഓറിയന്റേഷൻ പരിശീലനം നടത്താൻ നിർദ്ദേശിച്ചതനുസരിച്ച് അട്ടപ്പാടിയിൽ വന്ന് അന്ന് നടത്തിയ പരിശീലനം അന്ന് 200-ലധികം കർഷകരെ ആകർഷിച്ച് അവർക്ക് പരിശീലനം നൽകി. ഇന്ന് 2 വർഷം കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു തേൻ കൊയ്ത്തുത്സവം നടത്താനായിട്ട് സഹായകരമായി. അവരിപ്പോൾ അവരുടെ പേരിലുള്ള അട്ടപ്പാടി തേൻ എന്നുള്ള ഒരു ബ്രാൻഡഡ് തേൻ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അത് പ്രത്യേകിച്ചും തേനിൽ മായം കലർന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും മികവുറ്റ പ്രകൃതിയുടെ അമൃതായ തനതായ പരിശുദ്ധമായ അട്ടപ്പാടിയുടെ തേൻ വളരെ മെച്ചപ്പെട്ടതായി വളരെ വിലപ്പെട്ട തേനായി വിലയുള്ള തേനായി വിൽക്കാനായിട്ട് മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുകയാണ്. അട്ടപ്പാടിയിലെ അവിടെ ആ കർഷക കൂട്ടായ്മ ഉണ്ടാക്കിയിരിക്കുന്ന ബ്രാൻഡ് ചെയ്തിരിക്കുന്ന അട്ടപ്പാടി തേൻ ഇത് വലിയ കാര്യം തന്നെ അല്ലേ സാർ? വളരെ കാര്യമാണ്. ഏറ്റവും ശുദ്ധമായ തേനാണ്. അവിടെ പ്രകൃതിയുടെ ഒരു അമൃതായ ഈ തേൻ അവിടെ സുലഭമായി ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യത ഏറെ വർദ്ധിച്ചിരിക്കുകയാണ്. ഒരുപാട് കർഷകരെ ഇത് ആകർഷിച്ചിരിക്കും. ഇവർക്കാണ് നമ്മൾ ഇന്ന് ട്രെയിനിങ് കൊടുക്കുന്നത് അല്ലേ? അതെ, ഇന്ന് നമ്മുടെ അതിന്റെ ഉത്സവത്തിനാണ് നമ്മൾ പോയത്. തേൻ കൊയ്ത്ത് ഉത്സവത്തിനാണ് നമ്മൾ കൂടിയത്. അദ്ദേഹം പിന്നെ ഒരു വലിയ വിദഗ്ധനായതുകൊണ്ട് നമുക്ക് ഒന്നും പറയേണ്ടി വരില്ല. ഈ സമയം കുറച്ച് ഫോട്ടാകുകൊണ്ട് ചിലപ്പോൾ ഒരു ചെറിയ കുത്തൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. നമുക്കൊന്നും കിട്ടുന്നില്ല. ഇല്ല, കൃഷി ഓഫീസർക്ക് എന്തായാലും പേടിയില്ല. നമ്മുടെ ആൾക്കാർ കുറെ ഇനിയും വരാനുണ്ടല്ലോ. വരാനേ ഇതാണ് തേൻ കാലത്തിന്റെ പ്രത്യേകത. നിങ്ങളെ തേനാണ്, നിങ്ങളെ തേനാണിത്. തിരുവനന്തപുരത്തിലെ തേനല്ല, നിങ്ങളെ തേനാണ്. പ്രത്യേകം ശ്രദ്ധിച്ചോ. ഇന്ന് പിടിച്ചു കൊടുക്ക. പിടിച്ചേ ഇവര് നല്ലൊരു ഷോട്ട് എടുത്ത അഗ്രികൾച്ചർ പഠിച്ചതല്ലേ? എങ്ങനെ പഠിച്ചോ? പിടിക്കാം. ഇത് കണ്ടോ? ഇതെല്ലാം ഇങ്ങനെ ബ്രദർ ആ തേനും പിടിച്ചോണ്ട് ഇങ്ങോട്ട് കുത്ത് കിട്ടുമോ ചേട്ടാ? അത് ശരിയായില്ലല്ലോ. കുറച്ചുകൂടെ നമ്മുടെ സാധാരണ സീൽ ചെയ്ത തേനാണ്. കണ്ടോ? തേനീച്ച തന്നെ പ്രോസസ് ചെയ്ത് തേൻ എപ്പോഴും അൺടച്ച്ഡ് ബൈ ഹ്യൂമൻ ഹാൻഡ് ആയിരിക്കണം. ഇതിനകത്ത് ആർക്കും അൾട്ടറേറ്റ് ചെയ്യാനുള്ള യാതൊരു ചാൻസും ഇല്ല. അപ്പൊ ഇതിന് ഉള്ള ഒരു അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ അട്ടപ്പാടീസ് കലവറ എന്ന് ഞാൻ പറഞ്ഞതാണ്. ഇത്രയും നിങ്ങൾ ആരും കാണുന്നില്ല. അതൊക്കെ പിന്നെ നമുക്ക് പറയാം. നിങ്ങൾ ആരും കാണുന്നില്ല തേനീച്ച ചെയ്യുന്ന സേവനം. ഇത്രയും മനോഹരമായ തേനീച്ച ഉണ്ടാക്കി എന്ത് മനോഹരമായിട്ട് സീൽ ചെയ്തിരിക്കുന്നു നോക്കിയ കണ്ടല്ലോ. ഇത് കള്ളമല്ല, കപടമല്ല, മായമല്ല എന്നാരോ പറഞ്ഞ പോലെ നിങ്ങളുടെ തന്നെ സ്ഥലത്തുള്ള നാച്ചുറൽ സാധനമാണ്. പക്ഷെ നിങ്ങളെ കണ്ണിൽ ഇത് കാണത്തില്ല. സോ ഒന്നും ചെയ്യരുത്. അപ്പൊ ഇനിയിപ്പോ ഉള്ള എന്താണ്, ഈ തേൻ ഇങ്ങനെ ഇരുന്നാൽ പുറത്ത് പോകത്തില്ല. നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഉള്ള ഒരു മാറ്റി എക്സ്ട്രാക്ട് ചെയ്യുന്നതിന് മുമ്പുള്ള നമ്മുടെ ഒരു ജോലി എന്ന് പറയുന്നത് ഈ സീലിനെ ഒന്ന് മാറ്റണം. ഓക്കെ, ആ സീലിനെ എങ്ങനെ മാറ്റുന്നതെന്ന് ഞാൻ കാണിക്കാം. എന്താ, നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് രണ്ട് പോർഷനും മൂർച്ചയുള്ള കത്തിയാണ്. നമുക്ക് ഇങ്ങനെയും പിടിക്കാം, ഇങ്ങനെയും പിടിക്കാം. ഏതിലാ സാധാരണ ഇടുന്നത്?
ആ പാത്രം ഒന്ന് കത്തിച്ചു. ഒന്നും ചെയ്യില്ല നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ ആരൊക്കെ നല്ല എടുക്കുന്ന ഒരാളിനെ ഒരു നല്ലൊരു ഇതെല്ലാം കൂടെ ആൾക്കാരെല്ലാം കൂടെ നിൽക്കുന്നതിന്റെ ഒരു പടം വേണേ. ഞാൻ എടുത്തുതരാം. ഒറ്റ അത് നോക്കിയോളൂ. ഞാൻ നിങ്ങളെ കാണിക്കാം. നിങ്ങളൊന്ന് ചെയ്യാൻ പോകുന്നതാ. ഈ പ്രോസസ്സിന്റെ പേരെന്താ? ഒന്നുമില്ല. ഈ പ്രോസസ്സിന്റെ പേരെന്താ സാർ? ഏത് ഈ പ്രോസസ്സിന് എന്താ പേര്? അൺകാപ്പിംഗ്. അൺകാപ്പിംഗ്. ഇത് മെഴുക്ക് ഉണ്ടാക്കാനായിട്ട് ബ്രദർ അത് വെച്ചോളൂ. ഇനി അതിനെ ആ സെല്ലിലേക്ക് വെച്ചു. ഇതാ ഒന്ന് ചെത്തി ഇതൊന്നും എടുത്തോയേ. താഴെ പോകരുത്. ഒന്നുമില്ല, കുറച്ച് ആയാലും കുഴപ്പമൊന്നുമില്ല. സാധാരണ നമുക്ക് ഇത് വളരെ ഫ്രീ ആയിട്ട് ചെത്തണം. വേണ്ടോ? ഇത്രയേ ഉള്ളൂ. അത് വേണ്ടല്ലേ? ഇത് നമ്മൾ ഫ്രീ ആയിട്ട് വിടണം. ഒരു പ്രഷറൊന്നും എക്സെപ്റ്റ് ചെയ്തരുത്. വളരെ സിമ്പിളായിട്ട് കണ്ടില്ലേ? ഞാൻ വിചാരിക്കുന്നത് കൃഷിഭവനുകളിൽ തേനീച്ച കൃഷിക്കുള്ള സാധ്യത കൂട്ടി എല്ലാവർക്കും ഒരു ഓറിയന്റേഷനും കൊടുത്ത് നമുക്ക് മിൽമ മോഡലില് ബൂത്തുകൾ ഉണ്ടാക്കി മിൽമ മോഡലിൽ നമുക്ക് തേനിനെ കൃഷിഭവനിൽ അറ്റാച്ച് ചെയ്യണം. അല്ലാതെ പുതിയ സർക്കാർ വരികയാണെങ്കിൽ അങ്ങനെ ചെയ്തു തരണം കേട്ടോ. ഫംഗ്ഷൻ കഴിഞ്ഞു. കൂടും കോളനിയായിട്ട് വാങ്ങാൻ കിട്ടും. എത്ര എണ്ണമാണ് സാർ? 1000 എണ്ണം വേണം. എനിക്കോ? എനിക്കിപ്പോ സ്റ്റാർട്ടിങ് ഒരു 10 എണ്ണം. 10 എണ്ണം തരാം. ഈ 10 എണ്ണം കൊടുക്കണേ. പത്തനത്തിന് അപേക്ഷ വന്നിട്ടുണ്ട് സാർ. ഉണ്ടോ? നമ്മൾ തന്നിട്ടുണ്ട്. ശരി കൊടുക്കാം. സപ്ലൈ അട്ടപ്പാടിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യും. കാക്കാമാരെ പേടിയാ. നിലമ്പൂർ വരാം. പണത്തിന്റെ അടുത്ത് 70 ലക്ഷം രൂപ കൊടുത്തപ്പോ ഞാനൊരു വണ്ടിച്ചൊക്കെ എഴുതി കൊടുത്ത് എനിക്ക് 42 lakhs പ്രമാണം ചെയ്തു. ബ്രദർ നല്ല പടം എടുക്കണേ. പ്രസിന് കൊടുക്കാനുള്ളത് കുറച്ചുകൂടെ ബാക്കിൽ നിന്ന് എടുക്കുവാ. ഇതാണല്ലേ എല്ലാം തെറിച്ചു വീഴുന്നാണ്ടില്ലേ? കുറച്ചുകൂടെ ബാക്കിൽ നിന്ന് ഇയാളെ ഫേസ് കണ്ടോ? അപ്പൊ മറ്റേ സെൻട്രിഫ്യൂജൽ ഫോഴ്സും ഉണ്ട്. ഇതെല്ലാം തെറിച്ചു വീഴുകയാണ്. ഇനി എനിക്ക് കുറച്ചുകൂടെ സ്പീഡിൽ കറക്കേണ്ടി വരും. കുറച്ചുകൂടെ വേണം. കുറച്ചുകൂടെ ഫാസ്റ്റ് കറക്കും. മതി സാറിനെ എടുത്ത് കാണിക്കാവുന്നു. ഇതിലെ തേൻ മുഴുവൻ പോയി അല്ലേ? ഇതാണല്ലോ മെഴുക് അല്ലേ? കൈ പിടിച്ചു. അപ്പടുത്ത കൈ കൊണ്ടോ? താങ്ക് യു വെരി മച്ച്.